കാട്ടാക്കട UDF സ്ഥാനാർത്ഥി MR ബൈജു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത് കാട്ടാക്കട ത്രികോണ മത്സരം എന്നാണ്. അത്തരത്തിലൊരു ത്രികോണ മത്സര പ്രതീതി ഉണ്ടോ ഇവിടെ? കാട്ടാക്കടയിൽ കടുത്ത മത്സരമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. BJP സ്ഥാനാർത്ഥിയും പ്രമുഖനായ സ്ഥാനാർത്ഥികളാണ്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ ഈ രണ്ട് കക്ഷികൾക്കും എതിരാണ്. 10 വർഷം ഇവിടുത്തെ പ്രതിദാനം ചെയ്യുന്ന MLAക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു വികസന കാര്യത്തിലാകട്ടെ ക്ഷേമകാര്യത്തിലാകട്ടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. PR വർക്കിൻ്റെ മാത്രം പിൻബലത്തിൽ നടക്കുന്ന ഒരു MLAയുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവെന്ന് അവകാശപ്പെടുന്ന BJP സ്ഥാനാർത്ഥി ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ചു. കേന്ദ്രവുമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധി ഇവിടുത്തെ MLA ആയി 2 പ്രാവശ്യം മത്സരിച്ചാണ്. എന്നിട്ടും ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഇവരെ രണ്ടുപേരും പിന്നോട്ടടിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ ചോദിക്കുന്നത് ഈ 10 വർഷമായി ഇവിടുത്തെ MLA ആണ് IB സതീഷ്. NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ കുറേ കാലമായി കാട്ടാക്കട കേന്ദ്രീകരിച്ച്, കണ്ണൂർകാരനാണെങ്കിലും അദ്ദേഹം കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ആ സാഹചര്യത്തെ ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളി UDF ഉയർത്തുന്നു? ഞാൻ 2 സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിച്ചു. പക്ഷേ കാട്ടാക്കട മണ്ഡലത്തിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് N ശക്തൻ കാട്ടാക്കട മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അവസരത്തിലാണ് താലൂക്ക് പോലുള്ള വലിയൊരു വികസന സംവിധാനം കാട്ടാക്കടയിൽ കൊണ്ടുവന്നു. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് അന്ന് സാക്ഷാത്കാരമായത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 10 വർഷം മുമ്പ് കൊണ്ടുവന്ന താലൂക്ക് ആസ്ഥാനം കാട്ടാക്കടയിൽ സ്ഥാപിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് കൊണ്ടുവരേണ്ട RDO ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഒരു താലൂക്ക് ആസ്ഥാനം കാട്ടാക്കട കേന്ദ്രീകരിച്ച് വരുമ്പോൾ ആലോചിച്ച് നോക്കൂ. നെയ്യാറ്റിൻകരയാകട്ടെ, നെടുമങ്ങാടാകട്ടെ, ഏത് താലൂക്കിലായാലും അവിടെയെല്ലാം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട താലൂക്ക് ആസ്ഥാനത്ത് വരേണ്ട മുഴുവൻ സ്ഥാപനങ്ങളും. പക്ഷേ കാട്ടാക്കടയിൽ അതില്ല. അത് ഇവിടുത്തെ ഏത് വിധത്തിലുള്ള പരാജയമാണെന്ന് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. കാട്ടാക്കട നിവാസികൾക്ക് താങ്കൾ സുപരിചിതനാണ്, അതൊരു പോസിറ്റീവാണ് എന്ന് കരുതുന്നു? തീർച്ചയായും. ഞാൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ളവരാണ്. പ്രത്യേകിച്ച് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് പഠനം. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയായിട്ട് തുടങ്ങുന്നു. ഈ മേഖലയിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. ഈ നിയോജകമണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് അങ്ങനെ നിന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും എന്നെ അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ സ്നേഹവും താല്പര്യവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാട്ടാക്കട നിവാസികൾക്ക് എന്ത് വാഗ്ദാനമാണ് നൽകാനുള്ളത്? നമ്മളൊന്ന് ആലോചിച്ചു ചെറുപ്പക്കാരുടെ വിഷയം. ചെറുപ്പക്കാർ, നമ്മുടെ നാളത്തെ തലമുറ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ്. ഇന്ന് കാട്ടാക്കട നിയോജകമണ്ഡലത്തെ എടുത്ത് പരിശോധിച്ചാൽ നിരവധി ചെറുപ്പക്കാർ, പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പരിശോധിച്ചാൽ മതി, ഒട്ടനവധി ചെറുപ്പക്കാർ പ്രധാനമായിട്ടും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും രാസലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെറുപ്പക്കാർ ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ മുഖ്യധാരയിൽ വരാൻ കഴിയാതെ സാമൂഹ്യ വിരുദ്ധരായി മാറുന്ന, അത് ഏത് പാർട്ടിയുടെ എന്ന് ഞാൻ പറയാനുണ്ട്. പക്ഷേ അവരുടെ കായിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്രയും കാലമായിട്ട് കാട്ടാക്കടയിൽ ഒരു പൊതു സംവിധാനമില്ല. കാട്ടാക്കടയിലെ ചെറുപ്പക്കാരുടെ പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള കായിക സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ നടപ്പിലാക്കുമെന്നുള്ളതാണ്. എല്ലാവിധ ആശംസകളും. തെരഞ്ഞെടുപ്പ് തിരക്കിലാണെന്നറിയാം. എന്തായാലും എല്ലാ ആശംസകളും. UDF സ്ഥാനാർത്ഥിയും കാട്ടാക്കടയിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പ്രചാരണം തുടരുന്നത്. സന്തോഷം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.